2025 മറ്റൊരു പുതിയ മാറ്റവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി വിദേശ സ്റ്റാർട്ടപ്പ് ഉടമകൾക്ക് സ്വന്തമായി H-1B വിസ സ്പോൺസർ ചെയ്യാം. ഇത് ലോകമെമ്പാടുമുള്ള സംരംഭകത്വത്തിലും പുതിയ കണ്ടുപിടുത്തങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുമ്പ് വിദേശ സംരംഭകർക്ക് H-1B വിസ ലഭിക്കാൻ അമേരിക്കയിൽ ഒരു തൊഴിൽദാതാവ് വേണമായിരുന്നു. പലപ്പോഴും ഇത് മൂന്നാമതൊരാളെ ആശ്രയിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ട്രാവൽ ബിസ് പറയുന്നത്. H-1B വിസയുടെ കാലാവധി സാധാരണയായി 3 വർഷമാണ്. ഇത് പിന്നീട് 6 വർഷം വരെ നീട്ടാൻ സാധിക്കും. സ്ഥിരതാമസത്തിനായി ശ്രമിക്കുന്നവർക്ക് കൂടുതൽ സമയം ലഭിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും മിക്ക അപേക്ഷകരും H-1B ലോട്ടറിയിൽ പങ്കെടുക്കണം. എന്നാൽ ചില സ്ഥാപനങ്ങൾക്ക് ഇതിൽ ഇളവുണ്ട്. സാധാരണയായി സർവകലാശാലകൾക്കും ലാഭമില്ലാത്ത സ്ഥാപനങ്ങൾക്കുമാണ് ഈ ഇളവ് ലഭിക്കുന്നത്. 2025 പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. USCIS ആദ്യമായി സ്റ്റാർട്ടപ്പ് ഉടമകൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സ്വന്തമായി H-1B വിസ സ്പോൺസർ ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ മറ്റ് തൊഴിൽദാതാക്കളെ ആശ്രയിക്കാതെ തന്നെ സംരംഭകർക്ക് അമേരിക്കയിൽ സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ സാധിക്കും. ഇതിന് കമ്പനി ഒരു തൊഴിൽദാതാവ് തൊഴിലാളി ബന്ധം തെളിയിക്കണം. അതായത് ജീവനക്കാരെ നിയമിക്കാനും അവരുടെ പ്രകടനം വിലയിരുത്താനും പിരിച്ചുവിടാനും അധികാരമുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ഉപദേശക ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. സ്ഥാപകാംഗങ്ങൾക്ക് സാധാരണ H-1B ലോട്ടറി വഴിയോ അല്ലെങ്കിൽ ഇളവുള്ള സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ ആ രീതിയിലോ അപേക്ഷിക്കാം. ഇത് സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആഗോള സ്റ്റാർട്ടപ്പ് കേന്ദ്രമെന്ന നിലയിൽ അമേരിക്കയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. ഇത് പ്രധാനമായും സാങ്കേതികവിദ്യ, ബയോടെക്നോളജി, ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഉണർവ് നൽകും. യോഗ്യതയും അപേക്ഷിക്കേണ്ട രീതിയും എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ H-1B വിസ നയമനുസരിച്ച് സ്വന്തമായി സ്പോൺസർ ചെയ്യാൻ അപേക്ഷിക്കുന്നവർക്ക് നിയമപരമായി രജിസ്റ്റർ ചെയ്ത ഒരു US ബിസിനസ് ഉണ്ടായിരിക്കണം. ഒപ്പം ശമ്പളം നൽകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയും വേണം. അപേക്ഷകർക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദമുണ്ടായിരിക്കണം. കൂടാതെ പ്രത്യേക വൈദഗ്ധ്യമുള്ള ജോലി ആയിരിക്കണം അവർ ചെയ്യുന്നത്. USCIS അപേക്ഷകൻ ഉടമയാണെങ്കിൽ പോലും ബിസിനസ്സിൽ ഒരു തൊഴിൽദാതാവ് തൊഴിലാളി ബന്ധം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇതിനായി ഒരു സ്വതന്ത്ര ബോർഡ് അല്ലെങ്കിൽ ഉപദേശക സമിതി ഉണ്ടായിരിക്കണം. സാധാരണ ബിസിനസ് റോളുകൾ ഈ മാനദണ്ഡങ്ങൾക്ക് അനുയോജ്യമല്ലെന്നാണ് USCIS വ്യക്തമാക്കുന്നത്. അപേക്ഷകന്റെ പഠനവുമായി ബന്ധപ്പെട്ട പ്രത്യേക അറിവുള്ള ജോലിയായിരിക്കണം ഇത്. ഈ മാറ്റം അന്താരാഷ്ട്ര സംരംഭകർക്ക് അമേരിക്കയിൽ അവരുടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും വളർത്താനും കൂടുതൽ എളുപ്പവും കൃത്യവുമായ ഒരു വഴി തുറന്നു നൽകുന്നുണ്ട്. ഇത് കുടിയേറ്റ പ്രക്രിയയിലെ പ്രധാന തടസ്സങ്ങളും ഇല്ലാതാക്കും. ഈ മാറ്റം കൂടുതൽ സംരംഭകരെ അമേരിക്കയിലേക്ക് ആകർഷിക്കും. അതുപോലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, തൊഴിലവസരങ്ങൾ, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഇത് കാരണമാകും. ലോകമെമ്പാടുമുള്ള വിദഗ്ധരായ സംരംഭകർക്ക് അവരുടെ ബിസിനസ്സുകൾ ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവട സ്ഥലത്ത് കെട്ടിപ്പടുക്കാൻ ഇതൊരു അവസരം നൽകും. ലളിതമായി പറഞ്ഞാൽ ഇനി സ്വന്തം ബിസിനസ്സുള്ള വിദേശികൾക്ക് സ്വന്തം നിലയിൽ തന്നെ H-1B വിസയ്ക്ക് അപേക്ഷിക്കാം. ഇതിലൂടെ അമേരിക്കയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകാനും സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനും സാധിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.